കുട്ടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ. ശിവാത്മിക പറയുന്നത് ശരിയാണോ? തന്നോട് ആ സാർ അപമര്യാദയായി പെരുമാറിയോ? അത് പിന്നെ താനിപ്പോൾ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് സത്യമായി പറയൂ. ശിവ പറഞ്ഞത് ശരിയാ സാർ. ആ സാർ എന്നോട് ലൈബ്രറിയിൽ വെച്ച് മോശമായി പെരുമാറി. അത് കണ്ടാണ് ശിവ ചോദ്യം ചെയ്തത്. എന്നിട്ട് ഇതെന്താ കുട്ടി അന്ന് പറയാതിരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ എന്തോ വീഡിയോ ഉണ്ടാക്കി നെറ്റിലിടുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കും അനിയനും ഞാൻ മാത്രമേ ഉള്ളൂ സാർ. പേടിച്ചിട്ടാ. ഇപ്പോൾ എന്നിട്ട് എവിടെ നിന്നാ സത്യം പറയാൻ ധൈര്യം വന്നത്? തലേന്ന് രാത്രി തന്നോട് വന്ന് സംസാരിച്ചവൻ്റെ മുഖം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. സാർ ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാരണം അവൾക്കൊരു പ്രശ്നമുണ്ടാകരുതെന്ന് കരുതി. താൻ പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. ചെല്ല്. തേജസ് കസേരയിലിരിക്കുന്ന പ്രഭാകരനെ നോക്കി. അയാളുടെ മുഖത്ത് നിറയെ പുച്ഛമാണ്. എന്താ തന്തേ, നിങ്ങളുടെ പെണ്ണ് കേസ് ഒതുക്കി തീർത്ത ഭാവമാണല്ലോ മുഖത്ത്. എടാ കുരുത്തം കെട്ട ഇളയ സന്താനമേ, ഇതാ പറയുന്നത് കാരണവന്മാർ പറയുന്നത് കേൾക്കാൻ പഠിക്കണമെന്ന്. നീ എന്താ പറഞ്ഞേ? അന്വേഷിക്കട്ടെ, ചോദിക്കട്ടെ. ആ ദാസിനെ സങ്കടപ്പെടുത്തി വിട്ടില്ലേ നീ? ഇപ്പോൾ എന്തായി? എൻ്റെ അച്ഛ, നാളെ ആ സാറിൻ്റെ ഭാഗത്ത് നിന്നൊരു ചോദ്യം വന്നാൽ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് നമുക്ക് വേണ്ടത് ഇതുപോലെ തെളിവുകളാണ്. എന്തായാലും മോളെ തിരിച്ചെടുത്ത സന്തോഷ വാർത്ത കൂട്ടുകാരനെ വിളിച്ച് അറിയിച്ചേക്ക്. ദാ വിളിച്ചു. പ്രഭാകർ ചിരിയോടെ ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല. എനിക്കറിയാം അവളെ. മോളോട് നാളെ തൊട്ട് കോളേജിൽ വരാൻ പറയൂദാസേ. ക്ലാസ് വെറുതെ കളയണ്ടല്ലോ. ഇനി എന്തായാലും 2-3 ദിവസത്തേക്ക് അവൾ അങ്ങോട്ട് ഉണ്ടാവില്ലടാ. ഇവിടെ കാവിലെ ഉത്സവമാണ്. ഇപ്പോൾ സസ്പെൻഷൻ അല്ലായിരുന്നെങ്കിലും അവൾ ലീവ് എടുക്കും. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. പിന്നെ നീയും മക്കളും സമയം പോലെ ഇങ്ങോട്ട് ഇറങ്ങ്. നമ്മളൊന്ന് കൂടിയിട്ട് കുറച്ചായില്ലേ. നാളെ നോക്കട്ടെ. അവന്മാരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. തേജസ്സിനെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്നൊരു അങ്കലാപ്പിൽ അയാൾ തിരികെ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. ഈ തിരക്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ദാസേട്ടാ. ഭദ്രയ്ക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി. അവൻ കാരണമല്ലേ ഭദ്ര ഇവളുടെ ഡിസ്മിസൽ ഇല്ലാതായത്. അതിൻ്റെ നന്ദി നമ്മൾ കാണിക്കണ്ടേ? അയ്യടാ, അത് വല്യച്ഛൻ്റെ ഫ്രണ്ട് കാരണമൊന്നുമല്ല. തെറ്റ് ചെയ്യാത്ത അമ്മൂയേച്ചിയെ എന്തിൻ്റെ പേരിൽ അങ്ങേര് പുറത്താക്കും? അങ്ങനെ പുറത്താക്കിയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ. ദാസ് പറഞ്ഞത് കുഞ്ഞാറ്റയ്ക്ക് പിടിച്ചില്ല. ശരി, എന്തായാലും ഞാൻ അവരെ ഇവിടേക്ക് ക്ഷണിച്ചു. നാളെ അവർ വരും. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. ഈ വല്യച്ഛൻ്റെ ഒരു കാര്യം, നാളെ നമ്മൾ പൂരത്തിന് പോകുമല്ലേ? അതിൻ്റെ ഇടയ്ക്ക് അവരെ ഊട്ടിക്കാനും താരാട്ട് പാടിക്കൊടുക്കാനും ഇവിടെ ആർക്കാ നേരം? അവർ വരട്ടെ കുഞ്ഞാറ്റെ, നമുക്ക് ആളെ കാണാമല്ലോ. അമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. എന്തിന്? വെറുതെ. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവളെ ഒന്ന് ചൂഴ്ന്നു നോക്കി കുഞ്ഞാറ്റ എഴുന്നേറ്റ് പോയി. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം മാറും. മനസ്സിലായോ? എൻ്റെ ഇന്ദ്ര, അതിൻ്റെ വാ ഒന്ന് പൂട്ടി വയ്ക്കുക. ഏത് നേരത്താണോ മക്കളെ കൂട്ടി വരാമെന്ന് ഞാൻ പറഞ്ഞു പോയത്? കണ്ണാ, മിണ്ടാതിരിക്ക്. അച്ഛൻ്റെ ഫ്രണ്ടല്ലേ, ആ റെസ്പെക്റ്റ് നമ്മൾ അയാൾക്ക് കൊടുക്കണം. മനസ്സിലായോ? ഉത്തരവ്. ഞാനൊന്നും മിണ്ടുന്നില്ല, പോരെ? അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു. വരണം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ദാസ ചിരിയോടെ പുറത്തേക്കിറങ്ങി. പൂരമായതുകൊണ്ടാവും, വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നടാ. ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ. വാ മോനെ ഇന്ദ്ര. അയാൾ ഇന്ദ്രനെ ചേർത്ത് പിടിച്ചു. താല്പര്യമില്ലാതെ നിൽക്കുന്ന തേജസ്സിനെ വിളിക്കാതെ അകത്തേക്ക് പോവുകയും ചെയ്തു. ഇതെന്താ, അവനെ അങ്ങേരുടെ മോക്ക് കല്യാണം ആലോചിക്കാൻ കൊണ്ടുപോവാണോ? കണ്ണാ, സോറി, വാ തുറക്കാൻ പാടില്ലല്ലോ. വാ, കയറ്. തേജസ് അയാൾക്ക് പിന്നാലെ അകത്തേക്ക് ചെന്നു. ഇതാണ് എൻ്റെ സഹധർമ്മിണി ശ്രീഭദ്ര. വിവാഹത്തിന് കണ്ടതാ, പിന്നീട് ഇപ്പോഴാ. സുഖമല്ലേ? പ്രഭാകർ വെറുതെ എല്ലാവരോടും കുശലാന്വേഷണം നടത്തി. ഇതാണല്ലേ ആ സാറിനെ ഇടിച്ചു ഭിത്തിയിലൊട്ടിച്ച മിടുക്കൻ? പ്രണവ് അതിനൊന്ന് പുഞ്ചിരിച്ചു. പെങ്ങന്മാരുടെ കാര്യത്തിൽ ഇവൻ ഇങ്ങനെ. മുന്നിൽ ആരാണെന്ന് ഒരു നോട്ടവും ഉണ്ടാവില്ല. അല്ല, എന്നിട്ട് നമ്മുടെ നായിക എവിടെ? അവൾ അകത്തുണ്ട്. പൂരത്തിന് പോകാൻ റെഡിയാകാൻ കയറിയിട്ട് നേരം കുറേയായി. കുറച്ചു നേരം പഴയ കഥകൾ പറഞ്ഞ് അവർ സമയം ചിലവിട്ടു. അങ്കിൾ, മേ ഐ യൂസ് ദ വാഷ്റൂം? തേജസ് ഒരു വിമ്മിഷ്ടത്തോടെ ചോദിച്ചു. കുറേ നേരമായി പിടിച്ചു വയ്ക്കുന്നു. അയ്യോ, അതിനെന്താ മോനെ, ഇവിടെ നിന്ന് ചെന്നിട്ട് റൈറ്റ്. അമ്മുവിൻ്റെ റൂമിൻ്റെ സൈഡിലാണ്. ഭദ്ര പറഞ്ഞതും അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. ചേച്ചി, ഇത് ചതിയാ. പച്ച ധാവണി ഉടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനതല്ലേ പച്ച പട്ടുപാവാട ഇട്ടത്. എന്നിട്ടിത് ചുമപ്പ് ധാവണിയല്ലേ? ഇതാ ഭംഗിയെന്ന് അച്ഛൻ പറഞ്ഞു. വേണ്ട, പച്ച ഇട്ടാൽ മതി. ധാവണിഷാൾ വാങ്ങി കുഞ്ഞാറ്റ കയ്യിൽ പിടിച്ചു. പെണ്ണെ, കളിക്കല്ലേ. അവിടെ അവരൊക്കെ വന്നിട്ട് നേരം കുറയായി. ഇങ്ങോട്ട് തന്നേ. ഇല്ല, ഇയാൾ പച്ച ഇട്ടിട്ട് വന്നാൽ മതി. അതും പറഞ്ഞ് കുഞ്ഞാറ്റ ഒറ്റ ഓട്ടമായിരുന്നു.
ഡി നിൽക്കവിടെ. അവളെ പിടിക്കാൻ ഓടിയവൾ കാലുവഴുതി വീഴാൻ പോയതും 2 കൈകൾ പിന്നിൽ നിന്ന് അവളെ താങ്ങിയതും ഒന്നിച്ചാണ്. ബ്ലൗസും പാവാടയും മാത്രം ഇട്ട് നിൽക്കുന്നവളുടെ വയറിൽ അവൻ്റെ കൈകൾ പതിഞ്ഞതും ഒരു വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കാതെ അമ്മു മുറിയിലേക്ക് ഓടി. എന്താണ് സംഭവിച്ചതെന്ന് തേജസ്സിനും വ്യക്തമായില്ല. എന്തിലോ തട്ടി വീഴാൻ പോയ ആരെയോ താങ്ങിയതേ ഓർമ്മയുള്ളൂ. കൈകൾ പഞ്ഞിയേക്കാൾ മൃദുവായ എന്തിലോ അമർന്നതും. തലയൊന്നു കുടഞ്ഞവൻ ഹാളിലേക്ക് നടന്നു. ആ എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഭക്ഷണം കഴിക്കാതെയോ? അത് പറ്റില്ല, നിങ്ങൾ പൂരത്തിൻ്റെ തിരക്കിലല്ലേ എന്നും പറഞ്ഞ് ഭദ്ര എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. ജാടയിടാതെ വാടാ. പ്രഭാകർ ഒരു ചിരിയോടെ തീന്മേശയിലേക്കിരുന്നു. ഒരു വലിയ സദ്യ തന്നെ അവർ ഒരുക്കിയിരുന്നു. ആ ദാ വന്നു നീ ചോദിച്ച ആള്. എൻ്റെ മോളാ ശിവാത്മിക. ചുമന്ന ധാവണയിൽ ദേവീശില്പം പോലെ നിൽക്കുന്ന ഒരു പെണ്ണ്. പ്രഭാകറിന് അതാണ് തോന്നിയതെങ്കിൽ തൻ്റെ കൈ അമർന്നയിടത്ത് കണ്ണുകൊണ്ട് തിരച്ചിൽ നടത്തുകയായിരുന്നു തേജസ്. മോളെ, ദാ ഇവരാണ് അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ കൂട്ടുകാരനും മക്കളും. ഹായ് അങ്കിൾ. അറിയാതെ പോലും അവളിൽ നിന്നൊരു നോട്ടം തേജസ്സിലേക്ക് വീണില്ല. മോള് സൂപ്പറാണ് കേട്ടോ. തെറ്റ് കണ്ടാൽ പ്രതികരിക്കാനുള്ള ധൈര്യം ഇന്ന് പലർക്കുമില്ല. അയാൾ ചെയ്തത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും മറ്റു പലരോടും അയാൾ അങ്ങനെ തന്നെ ചെയ്തേനെ. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല അങ്കിൾ. പക്ഷേ കാര്യമറിയാതെ എടുത്തുചാടി തീരുമാനമെടുക്കുന്നൊരു മാനേജ്മെൻ്റ് ഉള്ളപ്പോൾ എങ്ങനെയാ കുട്ടികൾ പ്രതികരിക്കുന്നത്? ഇതിനു മുൻപും അയാൾ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട്. എന്നിട്ടും ആരും പരാതിയുമായി വന്നില്ലെങ്കിൽ അത് സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാ. ഒരു അഭിഭാഷകയെ പോലെ വാദിക്കുന്ന അവളെ പ്രഭാകർ കൗതുകത്തോടെ നോക്കി നിന്നു. അമ്മു മതി, അകത്തു പോ. അവളുടെ സംസാരം അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്നോർത്ത് ഭദ്ര പെട്ടെന്നിടയ്ക്ക് കയറി. കുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട്. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. മോൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. അച്ഛനെ പോലെ തന്നെ എന്നെയും കണ്ടാൽ മതി. അയാൾ ഉറപ്പ് കൊടുത്തതും അവളുടെ മുഖം തെളിഞ്ഞു. മോൻ എന്താ ആലോചിച്ചിരിക്കുന്നത്? കഴിക്ക്. തേജസ് ഒന്നും കഴിക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ദാസിന് അസ്വസ്ഥത തോന്നി. അത് ഈ കുട്ടി, ഇവളെ ഞാൻ എവിടെയോ ബാംഗ്ലൂരുണ്ടായിരുന്നു. ഞാൻ ഈ ആലത്തൂർ വിട്ട് എങ്ങോട്ടും പോയിട്ടല്ല. പിന്നല്ലേ? അവൾ ചിരിയോടെ ദാസിനെ നോക്കി. ആണോ? എങ്കിൽ എനിക്ക് ആള് മാറിയതാവും. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് കുട്ടിയെ ഞാൻ കണ്ടതുപോലെ. അങ്ങനെ വരാൻ വഴിയില്ല തേജസ്. കൈ ഉണങ്ങുന്നു. എഴുന്നേറ്റ് ചെന്ന് കഴുക്. ദാസിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഗാംഭീര്യമുണ്ടായിരുന്നു. അവർക്കൊക്കെ പൂരത്തിന് പോകേണ്ടതുകൊണ്ട് വേഗം തന്നെ പ്രഭാകർ തിരിക്കുകയും ചെയ്തു. അച്ഛാ, കണ്ണൻ ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുതൽക്കേ അവർക്കൊരു ഗൗരവമുണ്ടായിരുന്നില്ലേ? ആ ചെറിയ പെൺകുട്ടിയുടെ മുഖത്ത് പോലും. ഇന്ദ്രൻ സംശയം പറഞ്ഞു. ഞാനും ശ്രദ്ധിച്ചു. എന്താണോ ആവോ. അച്ഛൻ ഈ ആളെ എങ്ങനെയാ ശരിക്കും പരിചയം?